that Kerala's youth have such good life here. There is clean air, good food, lot of respect, social respect, and a long life, great healthcare. But they get bored here. They go to Bangalore and they live poorly, or they go to the Gulf and they have a bad life, no respect. You're living in a small room. You go to Bombay, it's worse. It's like a curse. I always found that fascinating, and I understand also. Like some of my cousins also, they're living on a beautiful hill. He wants to go to Bangalore, which is a വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ്. പുള്ളി പറഞ്ഞത് കേരളത്തിൽ നല്ല ശുദ്ധവായു കിട്ടുന്നുണ്ട്, നല്ല ഫ്രഷ് ഹെൽത്ത് സ്ഥലമൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ബാംഗ്ലൂർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ജോലിക്ക് വേണ്ടി. അപ്പോൾ എന്തുകൊണ്ട് ജോലിക്ക് അങ്ങനെ പോകുന്നു? ഇവിടെയുള്ളതിനേക്കാളും ഇരട്ടി സാലറി അല്ലെങ്കിൽ അവിടെ കിട്ടുന്നുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. ബാംഗ്ലൂരിൻ്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ. ബാംഗ്ലൂരിൽ ശമ്പളം ഉണ്ടോയെന്ന് അറിയില്ല. ദേശമൊക്കെ നല്ല ശമ്പളമൊക്കെ കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ അധികം പോകണം. എന്നാലും അത് പുള്ളി പറഞ്ഞതിലും ഒരു പോയിൻ്റുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റോ ഇന്ത്യൻ ഗവൺമെൻറ്റോ ഒന്നും വലിയ കാര്യമായിട്ട് ഈ തൊഴിൽ മേഖലകളെക്കുറിച്ചുള്ള സാധ്യതകളെക്കുറിച്ചൊന്നും പറയുന്നില്ല, നടപടിയെടുക്കുന്നില്ല. അത് തന്നെയാണ് പുള്ളി മെയിനായിട്ട് പറയുന്നത്. ഒരു കോമഡി പോലെയാണ് ഇത് കാണുന്നത്. അപ്പോൾ കാര്യമായിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഇപ്പോൾ നമ്മളൊരു കാനഡയിലൊക്കെ കയറി പോണ കണ്ടറിലാണ്. അപ്പോൾ നമുക്കിവിടെ എന്താണ് തൊഴിലില്ലായ്മ രൂക്ഷമാണ്. അതുകൊണ്ടും പിന്നെ ഇവിടുത്തെ സാലറികൾ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇരട്ടി, പിന്നെ ബാംഗ്ലൂർ പോയി ഇരട്ടി സാലറി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യണ ഇരട്ടി സാലറി കിട്ടും, വിദേശത്താണ് ഇരട്ടി സാലറി കിട്ടും. നമുക്കിവിടെ സാലറി കൊടുക്കാനൊരു മടി കൊണ്ടാണോ കമ്പനിക്ക് എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലർക്ക് വിദേശത്ത് അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ്റും ഇവിടുത്തെ വ്യവസായ പ്രമുഖരൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് തന്നെ ഇവിടെ തന്നെ ഒരു